അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. നമുക്ക് ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? സീരിയൽ തുടങ്ങുന്ന എല്ലാവരും ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. അപ്പം നമ്മുടെ ആകാശിനെ വിളിച്ച് കൈലാസ് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ അരുന്ധതി വിളിച്ച് കല്യാണം നടക്കില്ല എന്ന് പറയുന്നതാണ്. അങ്ങനെ ഇഷിതയെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്. ഈ സമയത്ത് നമ്മുടെ മഹേഷ് വീട്ടിലിരിക്കുന്ന സമയത്ത് ആകാശ് മഹേഷിനെ കോൾ വിളിക്കുന്നു. എന്നിട്ട് അപ്പം മഹേഷ് ആദ്യം എടുക്കുന്നില്ല. അപ്പം മഹേഷ് മനസ്സിൽ പറയുന്നു, ഇവനാണ് ചെയ്തെങ്കിൽ ഇവൻ ഡയറക്റ്റ് ഇത് പറയും, എന്തായാലും കോൾ എടുക്കാമെന്ന്. അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ മഹേഷിനെ നന്നായിട്ട് ചൊറിയുകയാണ്. മഹേഷ് തിരിച്ചൊന്നും പറയുന്നില്ല. നിൻ്റെ തറക്കളി ഇനി നടക്കത്തില്ല, നിനക്ക് കേരള ചാപ്റ്റർ നിനക്കിനി കിട്ടത്തില്ല, നിനക്ക് പോയി ചത്തൂടെ എന്നൊക്കെ ചോദിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. അപ്പം മഹേഷ് ഒന്നിനും മറുപടി കൊടുക്കുന്നില്ല. അങ്ങനെ മഹേഷ് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പം മഹേഷിന് മനസ്സിലാവുന്നു ആകാശ് മേനോനല്ല ഇത് അറിയിച്ചത്, ഇത് ഇഷിത തന്നെയാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്. കാരണം രാവിലെ സുചിത്രയ്ക്ക് കൊടുത്ത മോട്ടിവേഷൻ എല്ലാം ഉറപ്പായിരുന്നു. അപ്പോൾ ഇഷിത തന്നെ ആയിരിക്കും അരുന്ധതി മാഡത്തെ വിളിച്ച് പറഞ്ഞതെന്ന് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കൈലാസും മഞ്ജുമയും അങ്ങോട്ട് വന്നിട്ട് വീണ്ടും ഇഷിതയെ പറ്റി പറയുന്നത്. അപ്പം മഹേഷ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പുറത്തേക്ക് പോയിട്ട് നമ്മുടെ സുചിത്രയുടെ അടുത്തായിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ സുചിത്രയോട് പറയും അനുഗ്രഹയെ വിളിക്കുക. അപ്പോൾ അനുഗ്രഹനെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ പറയും ഒന്നും കൂടെ വിളിക്കാൻ പറയും. വിളിക്കുന്ന സമയത്ത് വീണ്ടും കിട്ടുന്നില്ല. അപ്പോൾ സുചിത്രയോട് പറയും, നീയാണല്ലേ ഇതെല്ലാം ചെയ്തതെന്ന് പറയും. നീയല്ലേ എന്നെ പറ്റിച്ചത്, നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ അവരോട് പറയുന്നുണ്ട് ഇങ്ങനെ കല്യാണം മുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുചിത്ര സ്വയം പറഞ്ഞു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്, ഞാനൊന്നും ആരെ അറിയിച്ചിട്ടില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് നമ്മുടെ കൈലാസാണ് ഇതെല്ലാം കണ്ട് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം കൈലാസ് ഇത് അറിയിച്ചതിൻ്റെ ഇതാണല്ലോ. അപ്പോൾ കൈലാസ് നമ്മുടെ ആകാശ് മേനോനെ വിളിച്ചിട്ട് വീണ്ടും പറയുന്നുണ്ട്, ഇവിടെ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്, ഇഷിതയാണ് എല്ലാവരും സംശയിച്ചിരിക്കുന്നത്. അപ്പോൾ ആകാശ് പറയും, അതൊന്നും കൂടെ നീ തിരികൊളുത്തിക്കോളാൻ പറയും. അങ്ങനെ ഇഷിതയും വിനോദും സംസാരിക്കുകയാണ്. അപ്പോൾ ഇഷിത പറയുന്നു, വിനോദാണോ ഇത് വിളിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുക. അപ്പോൾ വിനോദ് പറയും, ഞാൻ എന്തിന് പറയണം, കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, കാരണം എനിക്ക് അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ പറയാമായിരുന്നു, ഈ അവസാന ഘട്ടത്തിൽ ഒരിക്കലും ഞാൻ പറയത്തില്ല, ഏട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നവനാണ് എന്ന് പറയും. അപ്പം ഇഷിത പറയും, നമ്മൾക്ക് മാത്രമേ ഇത് അറിയുള്ളൂ, പിന്നെ മൂന്നാമതൊരാൾക്ക് അറിയത്തുമില്ല, ഇത് പിന്നെ ആരിത് പറഞ്ഞു എന്നുള്ള രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. അപ്പോൾ ഇഷിത പറയുന്നു, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു, മഹേഷ് എന്നെ കുറ്റപ്പെടുത്തുന്നു, പക്ഷേ എനിക്കതൊന്നും വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ല. മഹേഷിന് പക്ഷേ ഒന്നും സംഭവിക്കാൻ പാടില്ല, കാരണം മഹേഷിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും പിന്നെ കാണത്തില്ല എന്നുള്ള രീതിയിൽ അങ്ങ് ഇഷിത പറയുകയാണ്. അപ്പോൾ വിനോദ് പറയും, സംഭവിച്ചു പോയില്ലേ, എന്തായാലും ഏട്ടത്തി വിഷമിക്കാതെ വാ എന്ന് പറയും. അപ്പോൾ പറയില്ല, വിനോദ് പൊക്കോളാൻ പറയും. അങ്ങനെ വിനോദ് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വീട്ടിലാണെങ്കിൽ രാമനും സ്വപ്നവല്ലിയും മഞ്ജിമയും കൈലാസ് എല്ലാം കൂടി ചർച്ച ചെയ്യുകയാണ്. ഇതെല്ലാം ഇഷിത ചെയ്തതെന്നാണെന്നുള്ള രീതിയിൽ തന്നെ അവർ വരുത്തി തീർക്കുകയാണ്. അപ്പോൾ രാമൻ പറയുന്നുണ്ട്, ചുമ്മാ അറിയാതെ ഓരോന്നും പറയരുത്, ചുമ്മാ ഇഷ്ടത്തെ പറ്റി പറയരുത്. അപ്പോൾ സ്വപ്നവല്ലിയാണ് വിട്ടുകൊടുക്കത്തില്ല, മഞ്ജിമയും വിട്ടുകൊടുക്കത്തില്ല, കൂടെ കൈലാസും ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊട്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിനോദാണെങ്കിൽ മഹേഷിനെയും കൊണ്ട് വരികയാണ്. കാരണം മഹേഷ് കുടിച്ച് ലക്ക് കെട്ട് വളരെ ബോധമില്ലാതെ ഇങ്ങനെ നടക്കാൻ പോലും പറ്റാതെ കയറി വരികയാണ്. അതാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് വെച്ചാൽ മഹേഷ് സ്റ്റെപ്പ് കയറി വരാനേ പറ്റുന്നില്ല. അവൻ വിനോദ് കൈപിടിച്ച് കൊണ്ടുവന്ന് വീട്ടിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ആ സമയത്ത് ഇഷിതയോട് പറയും, നീ എന്നെ ചതിച്ചു അല്ലേ എന്ന് പറഞ്ഞ് ഇഷിതയോട് പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷിതയോട് വളരെ മോശമായിട്ട് പെരുമാറുകയാണ്. അതിനുശേഷം റൂമിലേക്ക് ചെന്നതിന് ശേഷം മോളയോട് പറയും, നീയും ഞാനും തമ്മിലുള്ള താലിച്ചരട് ബന്ധം നമ്മുടെ മോളായിട്ടാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ എനിക്ക് നിന്നെ വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവളെ ഒഴിവാക്കുന്ന രംഗങ്ങളൊക്കെയാണ് നാളെ ഉള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.